ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ കുക്കൊക്കെ ചെയ്ത് വരുന്നതിന് ഒരുപാട് ടൈമൊക്കെ എടുക്കില്ല. അപ്പോൾ ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും വേണ്ട. ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാക്കറ്റ് നമുക്ക് ഇത് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ടൊമാറ്റോ പ്യൂരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഈ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു 3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഇങ്ങനെ ഇളക്കി. അപ്പോൾ ഇപ്പോൾ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ ആദ്യം കലക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, മസാല മിക്സ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതായത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഈ പനീർ ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് മൂടി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.